ഡിയേഴ്സ്, നമ്മുടെ 9th പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെ ഏറ്റവും ടഫായിട്ട് പലപ്പോഴും കുട്ടികൾക്ക് തോന്നാറുള്ള 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, ഈ വീഡിയോ മാക്സിമം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാം. സോ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിൻ്റെ 4 വശത്തിൻ്റെയും മധ്യബിന്ദുക്കൾ, അതാണ് ഇവിടെ പിയും ക്യൂവും ആറും എസും. എല്ലാവരും ചോദിച്ചേ, പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററലിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുവാണ്. പി ക്യു ആർ എസ് ഇതിൻ്റെ സൈഡുകളുടെ മിഡ് പോയിന്റ് ആണ് മധ്യബിന്ദു. അങ്ങനെ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു പാരലലോഗ്രാം ആണെന്ന് തെളിയിക്കാനുള്ള ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതിനെ തെളിയിക്കാനുള്ള മെത്തേഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചോദ്യം ഉള്ളത്. നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്യാം. ശ്രദ്ധിച്ചോ, ഇവിടെ എ സി എന്ന് പറയുന്നതിൻ്റെ നീളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ സി 10 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ് എ സി 10 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിളിൽ എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഈ ഒരു ട്രയാങ്കിളിൽ 2 സൈഡിൻ്റെ മിഡ് പോയിന്റുകളെ ഞാൻ യോജിപ്പിച്ച് കഴിഞ്ഞാൽ, 2 വശങ്ങളുടെ മധ്യബിന്ദുക്കളെ ഞാൻ യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഡിയും ഇയും മിഡ് പോയിന്റ്സ് അഥവാ മധ്യബിന്ദുക്കളാണെങ്കിൽ ഡി ഇന്റെ നീളം എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചേ, ഡിന്റെ നീളം എത്രയാണ്? ബി സിന്റെ പകുതി ആയിരിക്കുമെന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് 3ാമത്തെ വശത്തിന്റെ പകുതി ആയിരിക്കുമെന്ന് മക്കളെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, എസ് ആർ എന്ന് പറയുന്നത് എ സിന്റെ പകുതിയാണ്. അതുപോലെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ പി ക്യു എന്ന് പറയുന്നത്, എല്ലാ മക്കളും ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഈ കാണുന്ന ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 2 സൈഡിന്റെ മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് പി ക്യു. സോ പി ക്യൂവിന്റെ നീളം എന്ന് പറയുന്നത് എ സിന്റെ പകുതിയാണ്. എ സിന്റെ പകുതി എന്ന് പറയുമ്പോൾ 10/2. 10ന്റെ പകുതി എത്രയാ? 5 സെന്റിമീറ്റർ ആണ് പി ക്യു എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പി ക്യു എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അതേപോലെ എസ് ആർ എന്ന് പറയുന്നതും എത്രയാണ്? 5 സെന്റിമീറ്റർ തന്നെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ പലപ്പോഴും കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ വലിപ്പം കാണുമ്പോൾ ഇത് ടഫാന്ന് വിചാരിക്കും. പക്ഷെ നമ്മളിത് സിമ്പിളായിട്ട് അത് ചെയ്യാൻ പോവാണ്. എല്ലാവരും നോക്കിക്കോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത സി പാർട്ടല്ല, ബി പാർട്ടിൽ നമുക്ക് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് എ ബി സി ഡി അല്ലല്ലോ, പി ക്യു ആർ എസ് ഇസ് എ പാരലലോഗ്രാം. പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. തെളിയിക്കാൻ ആദ്യം നമ്മൾ ഈ ഫിഗർ എടുക്കണം. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, നമ്മളിത് സിമ്പിളായിട്ട് തെളിയിക്കും. തെളിയിക്കാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ഫിഗർ വരച്ചു വെക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ചേ, സിമ്പിൾ നോക്കിക്കോ. ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, ഞാൻ എഴുതുകയാണ്, ഇൻ ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ എസ് ആൻഡ് ആർ, എസും ആറും എന്താണ്? മധ്യബിന്ദുക്കളാണ്. എസും ആറും മധ്യബിന്ദുക്കളാണ്. ഇംഗ്ലീഷിൽ ഇതാണെങ്കിൽ എസ് ആൻഡ് ആർ മിഡ് പോയിന്റ്സ്. എസും ആറും മിഡ് പോയിന്റ്സ് ആണ്.
അങ്ങനെ എസും ആറും മിഡ് പോയിന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ എന്ത് സാധിക്കും? നിങ്ങൾക്ക് പറയാം മക്കളെ, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, SR ഈസ് പാരലൽ ടു AC. SR എന്ന് പറയുന്നത് AC പാരലൽ ആണ്. SR ഈസ് ഈക്വൽ ടു AC/2 അല്ലേ? അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈന് മൂന്നാമത്തെ സൈഡിന് പാരലലുമായിരിക്കും, അത് മൂന്നാമത്തെ സൈഡിന്റെ പകുതിയുമായിരിക്കും. ഇതുപോലെ മറ്റൊരു ട്രയാങ്കിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ആരാ? ABC. കാണുന്നുണ്ടോ? ABC. ഇതിന് ഞാൻ 1 എന്ന് നമ്പർ കൊടുത്തു. ത്രികോണം ADCയിൽ എസും ആറും മധ്യബിന്ദുക്കളാണ് എഴുതി വെച്ചു. അടുത്തത് ഇൻ ട്രയാങ്കിൾ ABC, ത്രികോണം ABCയിൽ ആരൊക്കെയാണ് മിഡ് പോയിന്റ്സ്? നിങ്ങൾ നോക്ക്, പിയും ക്യൂ. P and Q are mid points. പിയും ക്യൂവും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്. പിയും ക്യൂവും മധ്യ ബിന്ദുക്കളാണ്. അങ്ങനെ മധ്യബിന്ദുക്കളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? Therefore PQ എന്ന് പറയുന്നത് പാരലൽ ടു AC ആണ്. PQ എന്ന് പറയുന്നത് AC-ന്റെ പകുതിയാണ്. ഇതിന് ഞാൻ 2 എന്ന് ഞാൻ നമ്പർ കൊടുത്തു. ഓക്കെ, 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിൽ ആദ്യത്തേതിൽ നമ്മൾ പറയുന്നു SR ഈസ് പാരലൽ ടു AC. SR ഈസ് ഈക്വൽ ടു AC/2. രണ്ടാമത്തെ ട്രയാങ്കിളിൽ നമുക്ക് പറയാം എന്താണ്? പിയും ക്യൂവും മധ്യബിന്ദുക്കളാണ്. P and Q ആർ മിഡ് പോയിന്റ്സ്. അതുകൊണ്ട് PQ ഈസ് പാരലൽ ടു AC and PQ ഈസ് ഈക്വൽ ടു AC/2. ഈ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. SR എന്ന് പറയുന്ന ലൈൻ ആണെങ്കിലും PQ എന്ന് പറയുന്ന ലൈൻ ആണെങ്കിലും AC-ക്ക് സമാന്തരമാണ്. രണ്ടുപേരും AC-ക്ക് സമാന്തരാണെങ്കിൽ therefore അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? PQ ഈസ് പാരലൽ ടു SR അല്ലേ? PQ SR-ന് പാരലൽ ആണ്. അതേപോലെ ആൻഡ് എന്ന് എഴുതാനൊന്നുമില്ല. PQ ഈക്വൽ ടു SR. രണ്ടും എത്രയാ? രണ്ടിന്റെയും അളവ് എത്രയാണ്? AC/2 ആണ് അല്ലേ? സോ നമുക്ക് പറയാം ഇവിടെ PQവും SR-ഉം പാരലലുമാണ്, ഈക്വലുമാണ്. എതിർവശങ്ങൾ സമാന്തരവുമാണ്, തുല്യവുമാണ്. Therefore PQRS is a parallelogram. Okay, PQRS എന്ന് പറയുന്നത് എന്താണ്? ഒരു സമാന്തരികമാണ്. PQRS ഒരു സമാന്തരികമാണ്. PQRS ഒരു സമാന്തരികമാണ്. റീസൺ ആയിട്ട് എഴുതിക്കോ. Opposite sides are parallel and equal. ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലുമാണ്, ഈക്വലുമാണ്. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഒരു അടിപൊളി പ്രൂഫ് കൂടെ എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ ഞാൻ കഴിഞ്ഞ ക്ലാസ് ലൈവ് യൂട്യൂബിൽ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബ് ലൈവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് മീഡിയൻ. ഇവിടെ ഇപ്പോൾ ABC, ABC, ABന്റെ മധ്യബിന്ദുവാണ് D എന്ന് വിചാരിക്കുക. AC-ന്റെ മധ്യബിന്ദുവാണ് E. ഒരു വശത്തിന്റെ മധ്യബിന്ദുവിനെ എതിർമൂലയുമായി യോജിപ്പിക്കുന്ന വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയൻ അഥവാ നടുവര അല്ലെ.
ഒരു സൈഡിന്റെ മിഡ് പോയിന്റിനെ എതിർ മൂലയുമായി യോജിപ്പിക്കുന്ന വര. അതിനെയാണ് എന്ത് പറയാ? മീഡിയൻ എന്ന് പറയാം. ഇനി ഇവിടെ ഡി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന സൈഡിന്റെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. അതിനെ എതിർ മൂലയായിട്ടുള്ള സിയുമായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയും അതൊരു നടുവരയാണ്. എന്താണ്? മിഡ് പോയിന്റിനെ, ഒരു സൈഡിന്റെ മധ്യബിന്ദുവിനെ എതിർ മൂലയുമായി യോജിപ്പിക്കുന്ന വര. ഓക്കെ, അതാണ് മീഡിയൻ. ജസ്റ്റ് ഓർത്ത് വെച്ചേ. പക്ഷെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. എന്താ വിട്ടുപോയത്? സി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടില്ല. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളോട് ഞാൻ പറഞ്ഞു. എന്താ തെളിച്ചിട്ടുള്ളത്? എ സിന്റെ പകുതിയാണ് ഇപ്പോൾ എസ് ആർ എന്ന് പറയുന്നതും പി ക്യു എന്ന് പറയുന്നതും. എ സിക്ക് തുല്യമാണ് ബി ഡി എങ്കിൽ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എന്ത് കിട്ടൂടാ? നേരത്തെ ചെയ്തതുപോലെ തിരിച്ചു ചെയ്യുകയാണെങ്കിൽ ഈ ബി ഡിന്റെ പകുതിയാണ് എസ് പി എന്ന് പറയുന്നതും ക്യു ആർ എന്ന് പറയുന്നു അല്ലേ? ബി ഡി എന്ന് പറയുന്ന ഈ ലൈനിന്റെ പകുതിയാണ് എസ് പി എന്ന് പറയുന്നതും ക്യു ആർ എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന എ സിയും ബി ഡിയും ഈക്വൽ ആവുകയാണെങ്കിൽ മക്കൾ പഠിച്ചു വെച്ചോ, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണലുകളായിട്ടുള്ള എ സിയും ബി ഡിയും തുല്യമാവുകയാണെങ്കിൽ ആ പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ആൻസർ എഴുതി വെച്ചോ, ഇതിന്റെ പേര് നമ്മൾ വിളിക്കും റോംബസ് അഥവാ സമഭുജ സാമാന്തരികം. സമഭുജ സാമാന്തരികം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, കാരണം വശങ്ങളെല്ലാം തുല്യമായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഞാൻ നിങ്ങൾക്ക് തെളിച്ചു തരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ രണ്ട് മീഡിയൻ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാം. ആ പോയിന്റിന് നമ്മൾ എന്തോ ഒരു പേര് പറയും. എന്തായിരുന്നു നമ്മൾ പഠിച്ച പേര്? ഞാൻ തൽക്കാലം ജി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നു. ജി എന്തായിരുന്നു അതിന്റെ പേര്? അതിന്റെ പേരാണ് മക്കളെ എന്താണ്? സെൻട്രോയിഡ് അല്ലേ? മധ്യമ കേന്ദ്രം. ജി എന്ന് പറയുന്ന ആ കാണുന്ന രണ്ട് മീഡിയനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് വിളിക്കുന്നത് അല്ലേ? ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച, ലൈവിലാണ് പഠിച്ചത്, ബി ജിയും ജിഇയും തമ്മിലുള്ള റേഷ്യോ 2:1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മീഡിയനെ സെൻട്രോയിഡ് കട്ട് ചെയ്യുന്നത് ഈ കാണുന്ന റേഷ്യോയിലാണ്. എത്രയാണ്? 2:1. 2:1. അതായത് ഈ ജിഇന്റെ നീളം എത്രയാണോ അതിന്റെ ഇരട്ടി ആയിരിക്കും ബി ജിന്റെ നീളം. അതാണ് അതിന്റെ ഐഡിയ. ഓക്കെ, ജിഇന്റെ നീളം എത്രയാണോ അതിന്റെ ഇരട്ടി ആയിരിക്കും ബി ജിന്റെ നീളം. ആ കാര്യം പഠിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഞാൻ പറഞ്ഞുതരാം. ഇത് ചുമ്മാ പറഞ്ഞാൽ മതിയോ? തെളിയിക്കണ്ടേ അല്ലേ? അങ്ങനെയല്ലേ? നമ്മളൊരു കാര്യം ചുമ്മാ പറഞ്ഞ് ഞങ്ങൾ പോകാൻ പാടുണ്ടോ? പാടില്ല. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തെളിയിക്കണം. എങ്ങനെ തെളിയിക്കും? നോക്കിക്കോ, എല്ലാവരും കൂടി ശ്രദ്ധിച്ചോ. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഡിയും ഇയും ജോയിൻ ചെയ്തേ. എന്താ ചെയ്ത്? ഡിയും ഇയും ജോയിൻ ചെയ്ത് എഴുതാൻ പോവാണേ. എല്ലാ മക്കളും കൂടി ശ്രദ്ധിച്ചോ. ഇൻ ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സിയിൽ എന്താ ത്രികോണം എ ബി സിയിലെ പ്രത്യേകത? ഡി ആൻഡ് ഇ ആർ മിഡ് പോയിന്റ്സ്. ഇതാണ് മിഡ് പോയിന്റ്സ് ആണ് ഓഫ് ആരുടെ? എ ബി ആൻഡ് എ സി. ഡിയും ഇയും എ ബിയുടെയും എ സിയുടെയും മധ്യബിന്ദുക്കളാണ്. അപ്പം റെസ്പെക്റ്റീവ്ലി എന്നുള്ളൊരു സാധനം കൂടി കൊടുക്കാം. അപ്പം യഥാക്രമം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ആദ്യം എ ബിന്റെ കാര്യമാണ് പറയുന്നത്, അതാണ് ഡി. ഓക്കെ, ഇ എന്ന് പറയുന്നത് എ സിൻ്റെതാണ്, എ ബി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി. അപ്പം മലയാളത്തിലും ഇതേ കാര്യം നമുക്ക് എഴുതാം. ത്രികോണം എ ബി സിയിൽ ഡിയും ഇയും എന്താണ് എഴുതേണ്ടത്? ഡിയും ഇയും എ ബിയുടെയും എ സിയുടെയും
എന്താണ്? മധ്യബിന്ദുക്കളാണ്. മധ്യബിന്ദുക്കളാണ്. ഓക്കെ, അങ്ങനെ മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം? DE എന്ന് പറയുന്നത് BCക്ക് സമാന്തരമാണ്. DE എന്ന് പറയുന്നത് BCന്റെ പകുതിയാണ്. സംശയമുണ്ടോ? ഡിയും ഇയും മിഡ് പോയിന്റ്സ് ആയതുകൊണ്ട് DE എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ടു BC ആണ്. അതുപോലെ DE എന്ന് പറയുന്നത് ഈക്വൽ ടു BC/2. അങ്ങനെയാണെങ്കിൽ എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. അടിപൊളിയായിട്ടൊരു കാര്യം കൂടെ പഠിക്കാൻ പോവാണേ. നമുക്ക് തെളിയിക്കേണ്ടത് ഈ BG എന്ന് പറയുന്നതും GE എന്ന് പറയുന്നതും തമ്മിലുള്ള റേഷ്യോ 2:1 ആണെന്നല്ലേ. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാ കുട്ടികളും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് അടിപൊളിയായിട്ട് പഠിക്കാം. നോക്കിക്കേ, നിങ്ങളിവിടെ ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്ന ഈ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? BCG കാണുന്നുണ്ടോടാ? BCG എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിലെ രണ്ട് സൈഡുകളാണ് BGയും GCയും. ഇതിന്റെ രണ്ടിന്റെയും മിഡ് പോയിന്റുകളായിട്ട് ഞാൻ എടുക്കുകയാണ്. ഒന്ന് X, മറ്റേത് Y. എക്സും വൈയും എന്താണ്? BGന്റെയും CGന്റെയും മധ്യബിന്ദുക്കളാണ്. ഓക്കെ, അതിനെയും ഞാൻ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. എല്ലാ മക്കളും ശ്രദ്ധിച്ചോ, അടിപൊളി പരിപാടിയാണ്. നമ്മളിപ്പോൾ അത് സെറ്റാക്കും. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇൻ ട്രയാങ്കിൾ BCG, ത്രികോണം BCGയിൽ ആരൊക്കെയാ മിഡ് പോയിന്റ്സ്? X and Y are midpoints of BG and CG respectively. Okay. BGയുടെയും CGയുടെയും മധ്യബിന്ദുക്കളാണ് എക്സും വൈയും. എക്സും വൈയും BGയുടെയും CGയുടെയും മധ്യബിന്ദുക്കളാണ്. അങ്ങനെ മധ്യബിന്ദുക്കളാണെങ്കിൽ നമുക്ക് എന്തു പറയാം? നമുക്ക് പറയാം XY is parallel to BC അല്ലേ? XY എന്ന് പറയുന്നത് എക്സും വൈയും മധ്യബിന്ദുക്കളാണെങ്കിൽ XY is parallel to BC, XY is equal to BC/2. XY എന്ന് പറയുന്നത് BCന്റെ പകുതിയുമാണ്. അങ്ങനെ XY BCന്റെ പകുതി കൂടിയാണെങ്കിൽ ഇവിടെ നമുക്കിനി നോക്കിക്കേ, ഇത് ഞാനൊന്ന് ജോയിൻ ചെയ്യട്ടെ. DXും അതുപോലെ EYയും ജോയിൻ ചെയ്ത് therefore ഇതിന് ഞാൻ നമ്പർ കൊടുക്കാൻ പോകുന്നുണ്ട്. ഇതിന് 2 എന്ന് നമ്പർ കൊടുത്തു. ഇങ്ങനെ 2 എന്ന് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇപ്പോൾ XY എന്ന് പറയുന്നതും BCക്ക് പാരലലാണ്, DE എന്ന് പറയുന്നതും പാരലലാണ്. XY എന്ന് പറയുന്നതും DE എന്ന് പറയുന്നതും BCന്റെ പകുതിയാണെന്ന് നമുക്ക് ഈ 2 ഇക്വേഷനിൽ കിട്ടി. അതുകൊണ്ട് തന്നെ therefore നമുക്ക് എന്ത് പറയാം? XYED is a parallelogram. XYED എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. XYED എന്താണ്? ഒരു സാമാന്തരികമാണ്. XYED ഒരു സാമാന്തരികമാണ്. അങ്ങനെ സാമാന്തരികമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് ഞെട്ടരുത്. ഇവിടെ XG എന്ന് പറയുന്നതും therefore XG is equal to GE. കാരണം എന്താ? XGയും Gയും ഈക്വൽ ആവാനുള്ള കാരണം ഡയഗണൽസ് ബൈസെക്ട്
ഈച്ച് അതർ. വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. വികർണങ്ങൾ പരസ്പരം എന്താക്കും? സമഭാഗം ചെയ്യും. ഒരു ഡയഗണൽ മറ്റേ ഡയഗണലിനെ പകുതിയായിട്ട് മുറിക്കുന്നുണ്ട്. BGയും GEയും തുല്യമാണ്. ഇനി എക്സ് മധ്യബിന്ദു ആയതുകൊണ്ട് BX എന്ന് പറയുന്നത് XGക്ക് തുല്യമാണ്. കാരണം എക്സ് ഈസ് ദ മിഡ് പോയിന്റ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. എക്സ് മധ്യബിന്ദുവാണ്. മധ്യബിന്ദുവാണ്. ഓക്കെ, അവിടെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. ഓക്കെ, സമഭാഗം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? XGയും GEയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. BXും XGയും ഈക്വൽ ആവാനുള്ള കാരണം എക്സ് എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? മക്കളെ നോക്കിക്കോ, BX ഈക്വൽ ടു XG ഈസ് ഈക്വൽ ടു GE. അത് മൂന്നും ഈക്വൽ ആയിട്ടുള്ള കഷ്ണങ്ങളാണ്. മൂന്നും ഈക്വൽ ആയിട്ടുള്ള കഷ്ണങ്ങൾ. അങ്ങനെയാണെങ്കിൽ B മുതൽ G വരെ ഈക്വൽ ആയിട്ടുള്ള രണ്ട് കഷ്ണങ്ങളുണ്ട്. G മുതൽ E വരെ അങ്ങനത്തെ ഒരു കഷ്ണമുണ്ട്. സോ നമുക്ക് പറയാം ഫോർ BGയും GEയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ BXും XGയും കൂടെ ചേരുമ്പോൾ, ഒരേപോലത്തെ രണ്ടെണ്ണം ചേരുമ്പോഴാണ് BG ഉണ്ടാവുന്നത്. ശരിയല്ലേ? അപ്പൊ റേഷ്യോ എത്രയാ? ഫോർ ഈ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. ഐഡിയ ഈ രീതിയിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ സ്റ്റെപ്പൊന്നും എങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാൻ പോവാണ്. നോക്കിക്കോ, ഇവിടെ AG എന്ന് പറയുന്ന മീഡിയൻ ആണ്, GD എന്ന് പറയുന്ന മറ്റൊരു കഷ്ണം അല്ലേ? AD മീഡിയൻ ആണ്, അതിന്റെ രണ്ട് കഷ്ണങ്ങളാണ് AGയും GDയും. തമ്മിലുള്ള റേഷ്യോ നിങ്ങൾക്കറിയാം 2:1 അല്ലേ? 2:1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് B ക്വസ്റ്റ്യന്റെ C ക്വസ്റ്റ്യന്റെ ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട്, ഈ ക്വസ്റ്റ്യനിൽ B ക്വസ്റ്റ്യന്റെയും C ക്വസ്റ്റ്യന്റെയും ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ B എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ C എന്ന് പറഞ്ഞിട്ടും ടൈപ്പ് ചെയ്തിട്ട് കമന്റ്, ഫൈനൽ ആൻസർ മാത്രം ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക എന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും 7 മണിക്ക് ഇനി നിങ്ങൾക്ക് വേണ്ടി ലൈവുകളുണ്ട്. വരിക, അടിപൊളിയായിട്ട് പഠിക്കാം.